ടി ജെ ജോസഫ് അദ്ദേഹം ബികോംകാരുടെ പരീക്ഷ ഒക്കെയുള്ള ചോദ്യത്തിനകത്ത് മുഹമ്മദ് എന്ന് ഒരു പേര് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു പേര് പറഞ്ഞെന്നേ ഉള്ളൂ. കുഞ്ഞു മുഹമ്മദ് എന്നെന്തോ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിൽ വന്നിട്ടില്ല. 3 അറ്റംപ്റ്റ് അയാളുടെ ജീവൻ എടുക്കാനായിട്ടുണ്ടായി ഇതിനു മുമ്പ്. അത് ഫെയിലിയറായി. അവസാനം ഈ ജൂലൈ 4-ാം തീയതി പള്ളിയിൽ പോയി. 2010 തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ പള്ളിയിൽ പോയി വരുമ്പം കാറ് തടഞ്ഞ് നിർത്തി. അദ്ദേഹത്തിൻ്റെ കൈ രണ്ടും വെട്ടി. ആദ്യം വെട്ടി ഇടത് കൈയാണ്. ആ കൈ കൊണ്ടല്ലല്ലോ എഴുതിയത്, ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയത് വലത് കൈയാണല്ലോ. അതുകൊണ്ട് ആണ് സവാദ്. രണ്ടാമത് വലത് കൈ വെട്ടി വലിച്ചെറിഞ്ഞ് ആ മഴുവായിട്ട് പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും ലോക്കൽ പന്ന് DYSP ആയിരുന്ന സാബു തോമസ് എന്ന് പറഞ്ഞ മൂവാറ്റുപുഴ DYSP ആണ് ആ കേസ് അന്വേഷിച്ചത്. ഏതായാലും അദ്ദേഹം നല്ല രീതിയിൽ ആദ്യം തന്നെ അന്വേഷിച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹം പിന്നീട് SP ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം 2010 എന്നെ ഈ കേസ് ഏറ്റെടുത്തു. ആദ്യത്തെ കുറ്റച്ചാർജ് നമുക്കറിയാം. 51 പേരിലെ ആദ്യത്തെ കുറ്റച്ചാർജിനകത്ത് ഏതായാലും 31 പേരാണ് കൊടുത്തത്. ആ 31 പേരിലെ ഏകദേശം 13 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. 18 പേരെ വെറുതെ വിട്ടു. രണ്ടാമത് ഒരു കുറ്റച്ചാർജ് NIA കൊടുത്തു. 31 ആദ്യത്തെ 31 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അതെ, 19 പേരെയാണ്. രണ്ടാമത്തെ കുറ്റച്ചാർജ് 11 പേർക്കായിരുന്നു. അതിൻ്റെ അകത്ത് 6 പേർ 51 അല്ലേ, 51 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ചിലപ്പോൾ 59 ആയിരിക്കാം. അല്ല, trial against the available 42 accused was completed and this honorable court found 19 accused guilty of various offences including UAPA on 30/4/2015 and 12/7/2023. റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിനകത്ത് 1, 2, 3, 4 അതെ 1, 2, 3, 4 പ്രതികളാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായ ഗൂഢാലോചനയിൽ പങ്കെടുത്തതെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. NIA കുറ്റച്ചാർജിനകത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ 1-ാം പ്രതിയെ കിട്ടിയില്ല. 2, 3, 4 പ്രതികൾ അവരെ ജീവപര്യന്തത്തിന് UAP അനുസരിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെൻ്റാണ് കൊടുത്തത്. അത് സജിൽ, നാസർ, നജീബ് എങ്ങനെ 3 പേർക്കാണ്. ബാക്കിയുള്ളവർക്കൊക്കെ 3 മുതൽ 8 വർഷം വരെ ശിക്ഷകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം NIAയുടെ അന്വേഷണത്തിൽ അതിനകത്ത് ഇനിയും കുറച്ച് ആൾക്കാരെ കണ്ടെത്താനുണ്ട്. പക്ഷേ അടിയന്തരമായി TJ ജോസഫ് പറഞ്ഞതനുസരിച്ച് ഇതിനകത്ത് 120B ഗൂഢാലോചന ആരാണ് അത് NIA കണ്ടെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതങ്ങനെ വിടില്ല. കാരണം 1-ാം പ്രതിയെ നിരന്തരം NIA അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് അവർ അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ 13-ാമത്തെ വർഷം എങ്കിലും ആയാലും ശരി അത് വിട്ടില്ല, കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ തീർച്ചയായിട്ടും NIA ഗൂഢാലോചനയിലേക്ക് പോകും. അപ്പം ഇയാളുടെ കുറ്റച്ചാർജ് ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് അത് കണ്ടെത്തും. കാരണം 11 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. അത് തീർച്ചയായിട്ടും അത് കസ്റ്റഡി വാങ്ങിച്ച് ഒരു 10 ദിവസമെങ്കിലും കസ്റ്റഡി വേണം. പല സ്ഥലത്തും കൊണ്ടുപോകേണ്ടി വരും തീർച്ചയായും. അതുകൊണ്ട് മിനിമം 10 ദിവസമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കേസുകൾ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തത് അതിൻ്റെ ഐഡിയ വരുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പം കുറച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റും. ആരാണ് ഇയാളെ സംരക്ഷിച്ചത്, അതിനുള്ള ഫണ്ട് ഇവിടുന്നാണ്, ആരുടെ ബുദ്ധിയിലാണ് ഇയാൾ ഇങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് നടന്ന് കേരളത്തിൽ തന്നെ നിന്നത്. അതിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത് NIA.